എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം ഈ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ 3 ഷെയർ ആവറേജ് വന്നിട്ട് താഴെ പോകണമെങ്കിൽ ചാൻസ് എടുക്കാൻ പറ്റുന്നതായിരുന്നു. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കി ഷെയറിനകത്തൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ലെവലുകൾ വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് ഇറങ്ങുമ്പോഴോ R1 R2 വന്നിട്ട് ഇറങ്ങുന്ന സമയത്തോ നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ ആവറേജ് ഈ ലെവലിന് മുകളിൽ വന്നിട്ട് അല്ല ഈ ലെവലിന് അടുത്ത് വന്നിട്ടോ ഒക്കെ താഴെ പോകാൻ ചാൻസ് ഉള്ള ഷെയർ 3 ആവറേജ് വന്നിട്ട് അതിൽ ഈ ഡ്രഡ്ജിങ് കോർപ്പറേഷനും ജ്യോതി ലാബും ഈ ലെവലിന് മുകളിൽ ട്രേഡായി. അതിനുശേഷം ഈ ലെവലിന് താഴെ പോയി. അതിപ്പോൾ നല്ലതായിട്ട് ഇറങ്ങി. ഈ ഷെയർ ഈ ലെവലിൽ വന്നില്ല. ബാക്കി ഒരു 9 ഷെയർ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം വേറെ കുറേ ഷെയറുകളിൽ കുറച്ച് ചെറിയ ചാൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നതായിട്ടുള്ള രീതി മാത്രം 9 ഷെയർ നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലാദ്യം ഡ്രഡ്ജിങ് കോർപ്പറേഷൻ നോക്കിക്കേ, അതിൻ്റെ ആവറേജ് 621. അപ്പോൾ ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് R1 അടുത്ത് വരെ പോയി. പക്ഷേ R1 ടച്ച് ചെയ്തില്ല. നമ്മൾ ടച്ച് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട. നോർമൽ എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സ് എടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ 621 എന്ന് പറയുന്നതാണ് അതിൻ്റെ ആവറേജ്, ഇന്നലത്തെ ആവറേജ്. ആ റേഞ്ചിന് താഴെ പോകണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കും. ഇപ്പോൾ 620 ആ റേഞ്ചിൽ എടുത്താൽ 601, 80, 602 റേഞ്ചിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 18-19 രൂപ പ്രോഫിറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ചാൻസ് വന്നത് ജ്യോതി ലാബായിരുന്നു. ജ്യോതി ലാബ് അതിൻ്റെ ആവറേജ് 495.20. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഈ ലെവലിൽ 507 പോകണം. അതല്ല അതൊന്നും പോകുന്നില്ല. ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എൻട്രി എടുക്കും. ജ്യോതി ലാബ് 499 റേഞ്ച് വരെ പോയതിന് ശേഷം 495 താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 494 ഈ റേഞ്ച് 494 ആ റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് 482 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 13 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല ചാൻസുകൾ തന്ന, നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ ചാൻസുകൾ തന്ന ഷെയറുകൾ ഒന്ന് വന്നിട്ട് GMDC ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ R1 വരെ പോയി. പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 പോയി ഇറങ്ങി. അപ്പോൾ ഈ 445 റേഞ്ചിൽ നമ്മളൊരു എൻട്രി എടുത്താൽ ഏകദേശം ഒരു മണിക്കൂറിൽ തന്നെ 422, ഏകദേശം 23 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം GNFC 6 ഏകദേശം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം താഴെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ ഒരു 807-808 റേഞ്ചിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് 779 വരെ നമുക്ക് അത് ചാൻസ് തരുന്നുണ്ട്. ഏകദേശം 30 രൂപയ്ക്കടുത്ത് ചാൻസ് തരുന്നുണ്ട്. അതിനുശേഷം പവർ ഇന്ത്യ ഓപ്പണിങ്ങിൽ അത് R1 വരെ പോയി. അതിനുശേഷം ഇറങ്ങി. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഏകദേശം എത്രയാണ് ഈ റേഞ്ച്, 35-36, 5530 റേഞ്ചിലൊക്കെ എടുത്താലും നമുക്ക് ഒരു 80 രൂപയ്ക്ക് അടുത്ത് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. അതിനുശേഷം വീണ്ടും അത് ആവറേജായി കയറി വന്നിട്ട് തിരിച്ച് വീണ്ടും ലാസ്റ്റിൽ 5403 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം 125-130 രൂപ അതിനകത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ഷെയറെല്ലാം ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം അത് ഹൈ അടിക്കത്തില്ല.
അതിനുശേഷം നമുക്ക് പവർ ഇന്ത്യ തന്നതിന് ശേഷം GSFC എന്ന് പറയുന്ന ഷെയർ, GSFC പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എടുത്ത 291 റേഞ്ച് എടുത്ത 278 13 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇടുന്നു. വീണ്ടും 2 പ്രാവശ്യം വരുന്നുണ്ട്. 2 പ്രാവശ്യം വന്നിട്ട് വീണ്ടും 5 രൂപ വെച്ച് നമുക്ക് തരുന്നുണ്ട്. അതിനുശേഷം GMDC എന്ന് പറയുന്ന ഷെയർ, GMDC നമ്മൾ നോക്കിയായിരുന്നു. ആൽക്കൈൽ അമീൻ ശ്രദ്ധിച്ചാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ ഇറങ്ങി 2700 റേഞ്ചിലൊരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 2 മണിക്കൂറുണ്ട് 2708 എന്ന 2626, ഏകദേശം 70-75 രൂപ അതിനകത്തും പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് SBCL എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, അന്നേരം ഇറങ്ങി. 614 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ 589 താഴെ വരെ വന്നു. അപ്പോൾ 14 ഏകദേശം 26 രൂപയ്ക്ക് അടുത്ത് അത് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. വേറെയും കുറേ ഷെയറുകൾ കാണിച്ചിട്ടുണ്ട്. ജൂബിലൻ ഫാർമ, ഗുജറാത്ത് ഗ്യാസ്, പിന്നീട് ഗോദ്രേജ് ഇൻഡസ്ട്രീസൊക്കെ നല്ല രീതിയിൽ 2 പ്രാവശ്യം നല്ല ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് അത് ഈ R1 മുകളിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 799 റേഞ്ച് എടുത്താൽ അത് 777 വരെ വരുന്നുണ്ട്, 20-22 രൂപ. അതിനുശേഷം പിന്നീട് വൺ സൈഡ് മൂവ്മെൻറ്റ് മുകളിൽ പോയി R2 പോയിട്ട് തിരിച്ചിറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കുക. അതിന് മുകളിൽ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് 818 എന്ന് 800 റേഞ്ച് വരുന്നുണ്ട്. 18 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റോടെ കൊടുക്കുന്നുണ്ട്. പിന്നീട് HLAD എന്നൊക്കെ പറയുന്ന ഹിൽട്ടൺ, ഇതെല്ലാം ചാൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെവി മൂവ്മെൻറ്റ് കാണിച്ച സ്പാർക്ക് എന്ന് പറയുന്നൊരു ഷെയർ, അത് ചാൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു വരുമ്പം ആൾക്കാർ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് പോകും. ഓരോ ലെവലിൽ പല പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ച് പിന്നെ 2ാം ചാൻസ് തരുമ്പോൾ എൻട്രി ചെയ്യുക. അന്നേരം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് അധികം നോക്കി ട്രേഡ് എടുക്കരുത്. അത് പക്ഷേങ്കിൽ 2ാം പ്രാവശ്യമൊക്കെ നല്ല പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ടൈമിൽ തിരിച്ച് കയറിപ്പോയായിരുന്നു സ്പാർക്ക് എന്ന് പറയുന്ന ഷെയർ. സ്പാർക്ക് ഇതുണ്ടല്ലോ, ഈ വൺ സൈഡ് ഇത് കയറിപ്പോയി. ഇവിടെ ഒരു ചാൻസ് ഇവിടെ തന്നു. ഇവിടുന്ന് ഒരു എൻട്രി 37-28 തന്നു. ഈ റേഞ്ചിലൊക്കെ ആൾക്കാർ ഇവിടെ വന്നാൽ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ ആൾക്കാരെന്ത് ചെയ്യും, ഇവിടെ ഷോർട്ട് അടിക്കും. പക്ഷേ അത് വൺ സൈഡ് കയറ്റി പോകും. പക്ഷേ അവിടെ ആൾക്കാർ എൻട്രി ഇവിടെ താഴോട്ട് തന്നിട്ടില്ല. ജസ്റ്റ് ആ റേഞ്ച് വരും പെട്ടെന്ന് കയറിപ്പോവായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹെവി മൂവ്മെൻ്റ് ഒരു ഷെയറിനകത്ത് കണ്ടാൽ ഇച്ചിരി വെയിറ്റ് ചെയ്യണം. അതിനകത്ത് ചാൻസ് കിട്ടുമ്പോൾ മാത്രമേ എൻട്രി ചെയ്യാവൂ. ഇതിപ്പോൾ ഈ റേഞ്ചിൽ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ആൾക്കാർ പോയി എൻട്രി എടുക്കും. ഈ റേഞ്ച് വരുന്നതിന് മുന്നേ തന്നെ എൻട്രി എടുക്കും. അവിടെയാണ് ആൾക്കാർക്ക് ലോസ് വരാൻ ചാൻസ് കൂടുതൽ. ലാസ്റ്റിൽ അത് കയറി പോവുകയും ചെയ്തു. നാളെ പക്ഷേ ഈ ഷെയറിനകത്ത് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ 4-5 ഷെയർ കൂടെ ഉണ്ട്. എല്ലാം കൂടെ കാണിക്കാൻ പോയ ടൈം ഒത്തിരിയാകും. അപ്പോൾ നാളത്തെ ഷെയർ നമുക്ക് നോക്കാം. നാളെ ഇതാണ്. ഇന്ന് നിഫ്റ്റി ഏകദേശം ബാങ്ക് നിഫ്റ്റി 1% ഡൗൺ ആയിരുന്നു. നിഫ്റ്റിയും ഏകദേശം 1% ഡൗൺ ആയിരുന്നു. പക്ഷേ കുറച്ച് കവറിങ് വന്നായിരുന്നു. ബാക്കി നമ്മൾ ഈ ഷെയറുകൾ തന്നേക്കുന്ന 18 ഷെയറാണ്. അതിൽ നമുക്ക് ചാൻസ് ആവറേജിൽ നാളെ ചാൻസ് ഒന്നുമില്ല. ഇന്നത്തെ ആവറേജ് ചാൻസ് കിട്ടുന്ന ഷെയറുകളൊന്നുമില്ല. നമുക്ക് പിന്നെ ചാൻസ് ഉള്ളത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇന്നത്തെ ഹൈയുടെ താഴോട്ട് പോവുകയാണെങ്കിലോ അതല്ല R1 R2 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുന്ന ഷെയറുകളിനകത്തൊക്കെ നമുക്ക് ചാൻസ് എടുക്കാം. നാളെ എനിക്ക് തോന്നുന്ന നല്ലൊരു ചാൻസ് ഈ സ്പാർക്കിനകത്ത് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ സുബ്രോസ് എന്ന് പറയുന്ന ഷെയർ, ഇതിനകത്തും ഈ ലെവൽ ഈ 657 അതല്ല ഈ ലെവലിന് മുകളിൽ പോയിട്ട് അല്ലെ 650 റേഞ്ചൊക്കെ പോയിട്ട് ഈ റേഞ്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ചാൻസ് കൂടുതലാണ്. അതുപോലെ എൻജിനീയേഴ്സിൻ്റെ ശ്രദ്ധിച്ചോണം. 200 മുകളിലോ അതല്ലെങ്കിൽ 204-40 ഈ റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസിന് സാധ്യതയുണ്ട്. നോക്കി ചെയ്താൽ മതി. നമുക്ക് അങ്ങനത്തെ മൂവ്മെൻറ്റ് കാണുമ്പോൾ
നമുക്ക് മനസ്സിലാകും അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയർസുകൾ. പിന്നെ അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.